നമ്മൾ ചിലപ്പോഴൊക്കെ ചിലരെയൊക്കെ വേദനിപ്പിക്കാറുണ്ട്, ബുദ്ധിമുട്ടിക്കാറുണ്ട്. പക്ഷേ മനഃപൂർവ്വം അല്ല കേട്ടോ. അങ്ങനെ അറിയാതെ ചില ബുദ്ധിമുട്ടുകളൊക്കെ മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ അവർക്കത് വിഷമമായല്ലോ. അപ്പോൾ നമ്മൾ എന്താ പറയുക? ഞാനത് വിചാരിച്ചിട്ട് ചെയ്തതല്ല കേട്ടോ, നിന്നെ കരയിപ്പിക്കണമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ, അല്ലെങ്കിൽ ഞാൻ നിന്നെ വിഷമിപ്പിക്കണമെന്ന് ഞാൻ ഒട്ടും മനസ്സിൽ വിചാരിച്ചില്ല കേട്ടോ എന്നൊക്കെ പറയില്ലേ? ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു എക്സ്പ്രഷനുണ്ട്, ഡിഡിൻറ്റ് മീൻ ടു. നോക്കൂ, ഐ ഡിഡിൻറ്റ് മീൻ ടു ഹേർട്ട് യു എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ വേദനിപ്പിക്കണമെന്ന് കരുതിയില്ല. ഈ സെൻറ്റൻസിൽ സബ്ജക്റ്റാണ് ഐ, ഞാൻ. പിന്നെ ഉപയോഗിച്ചിരിക്കുന്നത് ഡിഡിൻറ്റ് മീൻ ടു. അത് കഴിഞ്ഞിട്ട് വേർബിൻ്റെ ഫസ്റ്റ് ഫോം, വേർബിൻ്റെ ബേസ് ഫോം. ഹേർട്ട് എന്നത് വേദനിപ്പിക്കുക, അത് വേർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്. അപ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞ് ഡിഡിൻറ്റ് മീൻ ടു എന്ന് കഴിഞ്ഞ് വേർബ് ഉപയോഗിക്കുക. അപ്പോൾ ഈസി ആയിട്ട് ഇത്തരം സെൻറ്റൻസസ് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം. ഐ ഡിഡിൻറ്റ് മീൻ ടു കോസ് ട്രബിൾ എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കണമെന്ന് വിചാരിച്ചതല്ല, ഞാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണമെന്ന് കരുതിയതല്ല. ട്രബിൾ എന്നാൽ ബുദ്ധിമുട്ട്, കോസ് ട്രബിൾ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുക. ചിലപ്പോൾ ചില ആവശ്യങ്ങൾക്ക് രാത്രിയിൽ നമുക്ക് ചില ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കേണ്ടി വരാറുണ്ട്. അങ്ങനെ വിളിക്കേണ്ടി വരുമ്പോൾ നമ്മൾ പറയും, ഞാൻ നിന്നെ വിളിക്കണമെന്ന്, ഇത്രയും ലേറ്റായിട്ട് നിന്നെ വിളിക്കണമെന്ന് കരുതിയതല്ല കേട്ടോ എന്ന് പറയില്ലേ? അതെങ്ങനെ പറയും? ഇത്രയും ലേറ്റായിട്ട് വിളിക്കണമെന്ന് കരുതിയതല്ല. ഐ ഡിഡിൻറ്റ് മീൻ ടു കോൾ യു സോ ലേറ്റ്. നിന്നെ ഇത്രയും ലേറ്റായിട്ട് വിളിക്കണമെന്ന് ഞാൻ കരുതിയതല്ല. വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയാൻ ഇഷ്ടമില്ലാത്ത ഒരാളെ നമുക്ക് തനിച്ചാക്കി ചിലപ്പോൾ പോകേണ്ടി വരാറുണ്ട്. അപ്പോൾ നമ്മൾ പറയും, ഞാൻ നിന്നെ ഒറ്റയ്ക്കാക്കി പോകണമെന്ന് ഒട്ടും കരുതിയതല്ല കേട്ടോ. അതെങ്ങനെ പറയും? ഐ ഡിഡിൻറ്റ് മീൻ ടു ലീവ് യു എലോൺ. എലോൺ എന്നാൽ ഒറ്റയ്ക്ക്, ഒറ്റയ്ക്കാക്കി പോകണമെന്ന് കരുതിയതല്ല. ഞാൻ നിന്നെ വഴക്ക് പറയണമെന്ന് കരുതിയതല്ല. അതെങ്ങനെ പറയും? ഐ ഡിഡിൻറ്റ് മീൻ ടു സ്കോൾഡ് യു. സ്കോൾഡ് എന്നാൽ വഴക്ക് പറയുക. അപ്പോൾ ഇത്തരം സെൻറ്റൻസസ് ഉണ്ടാക്കാൻ വളരെ ഈസി അല്ലേ? ആദ്യം സബ്ജക്റ്റ്, അത് കഴിഞ്ഞിട്ട് ഡിഡിൻറ്റ് മീൻ ടു ഉപയോഗിക്കാം. പിന്നെ ഉപയോഗിക്കേണ്ടത് വേർബിൻ്റെ ബേസ് ഫോം, സബ്ജക്റ്റ് പ്ലസ് ഡിഡിൻറ്റ് മീൻ ടു പ്ലസ് V1 ഫോം. പിന്നെ സബ്ജക്റ്റ് ഐ തന്നെ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്ട്സ് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, അവൾ അവനെ വേദനിപ്പിക്കണമെന്ന് കരുതിയതല്ല. അതെങ്ങനെ പറയും? അവൾ എന്നാണ്. അപ്പോൾ ഷീ ഡിഡിൻറ്റ് മീൻ ടു ഹേർട്ട് ഹിം. അവനെ വേദനിപ്പിക്കണമെന്നാണ്. അപ്പോൾ ഹേർട്ട് ഹിം. ഷീ ഡിഡിൻറ്റ് മീൻ ടു ഹേർട്ട് ഹിം. അതുപോലെ തന്നെ ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും നമുക്ക് മാറി മാറി ഉപയോഗിക്കാം. ഡിഡിൻറ്റ് മീൻ ടു എന്നതിന് ഒരു വ്യത്യാസവും വരുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈസി അല്ലേ?